ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കൊയ്ക്കുമഠത്തിൽ ജൂബിലിയേഴ്സ് എപ്പിസോഡിന്റെ 74ാമത് ഭാഗമായ കവിതകൾ 24 എന്ന ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എന്നത്തെയും പോലെ ഇന്നും പുതിയ ഒരു ഉണർവിന്റെ അല്ലെങ്കിൽ പുതിയ ഒരു തുടക്കത്തിന്റെ, പുതിയ ഒരു രാജ്യത്തിന്റെ, ഒരു ലോകത്തിന്റെ, ജനമനസ്സിന്റെ ഹൃദയങ്ങൾ, ജീവിത ശൈലികൾ, നല്ല സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, അവരുടെയൊക്കെ ജീവിതം ഇതാണ്. അവരുടെ ജീവിതം ഇതായി മാറി. പണങ്ങൾ കൊണ്ട്, സമ്പൽ സമൃദ്ധി കൊണ്ടോ ജനങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു രാജ്യഭരണം പോലെ രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞു. ആ ഒരു അവസ്ഥകൾ മനസ്സിലാക്കി നമ്മളെ പോലെ വീണ്ടും വിപ്ലവത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതത്തിന്റെയും നിയമത്തിന്റെയും ഒക്കെ ഒരു ശങ്കലുകൾ മുടക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് ജീവിതങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷകൾ എല്ലാം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒതുക്കിക്കൊണ്ട് വീണ്ടും ഒരു സ്വപ്ന സാഫല്യമായി ഹൃദയ ജീവരാഗത്തിൽ അല്ലെ ജീവിത പ്രതീക്ഷകളിൽ തന്നെ അർപ്പിച്ചുകൊണ്ട്, അല്ലെ നിങ്ങളുടെയൊക്കെ സ്വപ്ന സാഫല്യങ്ങൾ ഇനിയും വരും കാലങ്ങളിലെങ്കിലും പ്രതീക്ഷകൾ പൂണിയട്ടെ എന്നുള്ള ഒരു പ്രത്യാശയുടെ ഗോപകുമാർ കൊയ്ക്കുമഠത്തിന്റെ ഈ അനുരാഗം എന്ന കവിത ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആരംഭിക്കുകയാണ്. അനുരാഗമെൻ നിറുകിൽ ചാർത്തി വന്നൊരു വാസന്തത്തിൽ തേനൊളി നിറയുമെന്നുള്ളം ഈരാവിൽ അനന്തമാം വിശ്രുതിലയം മീട്ടി രാഗാദ്രരാഗമം മനുവാടികയിൽ എൻ ജീവിത സ്വപ്നം പകർന്നു തന്നൊരു മഴവിൽ തേരിൽ വരുമൊരു കാമുകനെ തേടി വിടരും വർണ്ണം ശ്യാമസുന്ദര തിലകം പോൽ ഒരുമി വേനൽ മഴയിൽ പൊഴിഞ്ഞൊരു ബാഷ്പങ്ങൾ ഉരുകും സൂര്യരശ്മികളിൽ പതിഞ്ഞൊരു രാവിൽ തെളിഞ്ഞു നിന്നൊരത്തെളിമാനം ഇന്നീ തീരഭൂമിയിൽ, ഇന്നീ തീരഭൂമിയിൽ. ഇത് നമ്മളുടെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളാണ്. കാരണം ഇത് നമ്മൾ കാണാപ്പാടം തന്നെ എത്ര തന്നെ പഠിച്ചാലും നമ്മുടെ ഹൃദയങ്ങളിൽ ചില, കാരണം ഒരുപാട് കവിതകൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെറിയ ബ്രെയിനിലും അതേപോലെ ഭക്ഷണങ്ങളുടെയും മറ്റു കാര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഈ ശങ്കുലികൾ ഒരുപാട് ശ്വാസകോശങ്ങൾ വലിക്കുന്ന ഒരു ശ്വാസകോശം എന്ന രീതിയിൽ നമ്മളുടെ ഹൃദയങ്ങളിൽ ആ ശ്വാസകോശങ്ങൾക്ക് പോലും എന്താണ് വിവരമെന്നോ വിദ്യാഭ്യാസമോ അറിവെന്നോ അറിഞ്ഞിടാത്ത ഒരവസ്ഥ. അവിടെ ഈ ആഹാരങ്ങളും പണവും ഭക്ഷണവും മറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജ്യം അവരുടെ രാജ്യമായി മാറി. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിലൂടെ വീണ്ടും വിശ്വസിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മളുടെ വളർച്ച എവിടെയും ഇതിലൂടെ ഈ രീതിയിലൊക്കെ തന്നെ വന്നു കൊടുക്കുന്നു എന്നുള്ളൊരു കണക്കുകൂട്ട് അത് ഞാൻ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് പറയുന്നുള്ളൂ. എങ്കിലും വരും കാലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാറ്ററിയുടെ ഒരു പവറിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അന്ന് ആ ഹൃദയങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആ ഹൃദയങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നു. അതിൻ്റെ വളർച്ചകൾ അവർ പറഞ്ഞ പ്രത്യാശ, അത് എൻ്റെ പ്രത്യാശകൾ പോലെ, എൻ്റെ സ്വപ്നം പോലെ അവർ വളർന്ന് പന്തലിച്ച ഒരു ടൈം, അല്ലെങ്കിൽ എൻ്റെ കണക്കൂട്ടൽ ജനാധിപത്യവും മതേതരത്വവും സ്വപ്നങ്ങളും ഒക്കെ സഫലമാവുന്ന ഒരു കണക്കുകൂട്ടലിൻ്റെ ഒരു സ്വപ്ന നിമിഷങ്ങൾ, അത് പൂവണിഞ്ഞ ഒരു സാഫല്യം, അത് നമ്മൾ തന്നെ കണ്ടറിയാറുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും വീണ്ടും വളർച്ചയുടെ ഈ മുൾനാമ്പുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു ഭാവിക്കായി, അത് നല്ലൊരു രാജ്യത്തിൻ്റെ ഒരു ഭരണത്തിലെത്തിക്കായി, നമ്മുടെ ജീവിത പ്രതീക്ഷകൾക്കായി
ഇതേപോലെ വരും കാലങ്ങളിലൊക്കെയുള്ള പ്രതീക്ഷകൾ നമ്മുടെ ഹൃദയവും നമ്മുടെ സ്വപ്നവും നമ്മുടെ ഭാഷയും എല്ലാം തന്നെ നമ്മുടേതാണ്. അതിലേക്ക് മറ്റുള്ളവരുടെ പാസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എനർജി അത് നമ്മളുടെ വളർച്ചയ്ക്കല്ല തളർച്ചയ്ക്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നെത്തിക്കുന്നത് അവരുടെ സാഫല്യങ്ങളെല്ലാം സഫലമായി എന്നുള്ള പ്രത്യാശ അതും ഞാൻ എൻ്റെ ഹൃദയവും വലിയ ചരിതാർത്ഥ്യം തന്നെ പ്രകടിപ്പിക്കുകയാണ്. അതും വലിയ കാര്യം. എങ്കിലും എൻ്റെ വളർച്ച അല്ലെങ്കിൽ എൻ്റെ ജീവിതശൈലി എൻ്റെ സ്വപ്നങ്ങളൊന്നും ഇവിടെ പൂവണിഞ്ഞില്ലെങ്കിലും ഇതേപോലെയെങ്കിലും ഈ സ്വപ്ന ചിന്തകളിലൂടെ എൻ്റെ സൗന്ദര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു രാഗമായി മാറുന്ന എൻ്റെ വരികൾ വരും കാലങ്ങളിൽ നല്ല രീതിയിലൊക്കെ മെച്ചപ്പെട്ട് നല്ല സിനിമാ രാഗങ്ങളൊക്കെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷകൾ മാത്രമാണ് എൻ്റെ ഈ ചെറിയ മനസ്സിലുള്ളതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റൻഡ് ന്യൂ ജനറേഷൻ ചാരിറ്റിക്കും അതേപോലെ തന്നെ എന്താ പറയുക മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെയൊക്കെ അവസ്ഥയും കണക്കുകളും കൂട്ടി നമ്മുടെ ഹൃദയങ്ങളുടെയും വിഷമങ്ങളും മുട്ടുകളും എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ജീവിതവും അത് തന്നെയാണ്, നമ്മുടെ പ്രതീക്ഷകളും അത് തന്നെയാണ്, നമ്മുടെ ഒരു ശൈലിയും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്താ സ്വപ്നങ്ങളും എല്ലാം തന്നെ വരും കാലങ്ങളിൽ മാറ്റം വന്നേക്കാം. ഈ ജനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മതങ്ങളും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വന്തമായിട്ടുള്ള ജീവിതങ്ങളിൽ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആരാധനകൾ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരിടാതെ നമ്മളെ പോലുള്ള വിട്ടിട്ട് അത് ചോദിക്കുന്നവരോ അവർക്ക് വളരാം എന്നുള്ള ഒരു വ്യത്യാസങ്ങളെ അതിനെ ഞാൻ പോസിറ്റീവ് രീതിയിൽ കാണുന്നു. അതെന്തായാലും നമ്മുടെ ഹൃദയങ്ങൾക്ക് തരുന്ന മറ്റൊരു സ്നേഹസന്തോഷമായ സ്വപ്നമാണ്. അതിൻ്റെ ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അത് വലിയ രീതിയിലുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ആഡംബരത്തിൻ്റെയും ആർപ്പുവിളിയുടെയും മറ്റൊരു രാജ്യങ്ങളിൽ കടന്നുപോയ തലമുറയിൽ പുതിയൊരു തലമുറയിൽ അവരുടെയൊക്കെ അവകാശികളാണല്ലോ എന്നുള്ള ഒരു ചരാർത്ഥ്യം ഒരു മനസ്സിൽ നിറയുന്നു എന്നുള്ളതാണ്. ആ ഒരു ചിന്തയും സ്വപ്നവുമാണ് മറ്റൊരു എൻ്റെ ആത്മാക്കളിൽ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളിൽ ഞാൻ പ്രതിപാദിക്കുന്നതും എല്ലാം തന്നെ. അതും വരും കാലങ്ങളിൽ ഇനിയും മെച്ചൂരിറ്റി ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വളർച്ചയുടെ പാതകൾ ന്യൂ ജനറേഷനിൽ വളർന്നു വരുന്ന വികസിക്കുന്ന വലിയൊരു കോർപ്പറേഷനായി മാറട്ടെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു കണക്കൂട്ടലും അതിലുണ്ട്. അതേപോലെ പല കറൻസികൾ എല്ലാം മാറി മാറി വരുമ്പോൾ ഇലക്ട്രിക് കറൻസികളാകുമ്പോൾ അതിലും പ്രത്യാശകൾ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് എന്തുവിധമായ ഹൃദയങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ളത് ആ ഹൃദയങ്ങളെ ഞങ്ങൾ പങ്കുവച്ചു എന്ന് മറ്റുള്ള ജാതികളും രാജ്യക്കാരും പഠിക്കുന്ന ആ ഒരു സന്തോഷ സ്വപ്നം അതിൻ്റെ ഒക്കെ തലപ്പത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാനാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ചിന്തിച്ചും കേട്ടുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യുമെന്നല്ല വളരണം എന്നുള്ള പ്രതീക്ഷയോടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒക്കെയുള്ളവരെല്ലാം തകർത്തുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളിൽ മനുഷ്യന്മാർ അവരെയും ഈ ഒരു സാഹചര്യക ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ഈ ലൈവ് പ്രോഗ്രാമിൽ ഞാൻ അവരെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആദരം അറിയിച്ചുകൊള്ളും. കാരണം അവരുടെ പ്രതീക്ഷയുടെ സ്വപ്നങ്ങളും പോകുന്നില്ലോ എന്നുള്ള ഒരു പ്രത്യാശകൾ മാത്രം അവരെ എൻ്റെ ജീവിതം എൻ്റെ ഹൃദയവും അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളും ഇങ്ങനെയായി മാറി എന്നുള്ള ഒരു പ്രത്യാശ. അതും ജീവിതത്തിൻ്റെ വളർന്നു വരുന്ന തലമുറ ജീവിക്കാൻ വേണ്ടി ജീവിക്കണം എന്നുള്ള പ്രത്യാശകളുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവവിശ്വാസങ്ങളും അതേപോലെ വീണ്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നെ തന്നെ എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നതിനും ഹിന്ദു ആരാധനകൾ വീണ്ടും വീണ്ടും പൂജ്യം വഴി നടത്തി ഇതെല്ലാം അവർ ജീവിക്കുന്ന ഹിന്ദു ഭക്തന്മാർക്കും അവരുടെയൊക്കെ സ്വപ്നങ്ങളും സാഫല്യങ്ങൾ ആവാൻ വേണ്ടിയും ഒക്കെയുള്ള പ്രതീക്ഷയോടെ എൻ്റെ ഹൃദയങ്ങളെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അവർക്ക് സമർപ്പിക്കുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എൻ്റെ ഉടലുകളും എൻ്റെ ശ്വാസകോശങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ എന്നിൽ സമർപ്പിതമാകുന്നു എന്നുള്ള ഒരു പ്രത്യാശയുമുണ്ട്. എങ്കിലും അവിടെയൊന്നും എനിക്ക് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ എൻ്റെ പ്രത്യാശകളും സ്വപ്നങ്ങളും കവിതകളും വരികളും എല്ലാം ഈ രീതിയിൽ എനിക്ക് പറയേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും എന്താണ് നമുക്കുണ്ടാവുക ബാക്കിയുള്ളവരെ പോലെയൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു സാന്ത്വനമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വപ്നമായിട്ടൊരു ചിന്താഗതി ഒരു മിനിറ്റ് ഒരു മനുഷ്യനെന്താ ഞാൻ പറയാറുള്ളത് പോലെ ഒരു ചൂടോടെ ഒരു നല്ലൊരു ഫ്രഷ് നല്ലൊരു ഒരാകണം അത് സന്തോഷത്തോടെ കഴിക്കണം. അതിന് കിട്ടുന്ന ഒരു പ്രകൃതി അതാണ് ഒരു മനുഷ്യൻ്റെ അല്ല എൻ്റെ ഒരു സാഫല്യം. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ ഒരിക്കലും ആർക്കും വേദനിപ്പിക്കാൻ വിശ്രമിക്കാൻ പറ്റും. മറ്റുള്ള ആർപ്പാടത്തിൽ ഞാൻ എല്ലാം ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ പറയുന്നു ഉള്ളപ്പോൾ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവരെയൊക്കെ ആ രീതിയിൽ എത്തിക്കുന്നു. നല്ല മറ്റ് പൈസകൾ കൊണ്ടോ സ്വന്തം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പൈസകൾ സമ്പാദിച്ചവരോ എല്ലാവർക്കും അവരെയൊക്കെ വളർത്തണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടുകൊണ്ട് അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഈ ആദരിക്കുന്നതിൻ്റെ ഹൃദയം പോലെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വരും തലമുറയിൽ വരും ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് അവരുടെയും ഭാഗമായി എന്തായാലും തലപ്പത്തം എത്തിയില്ലേലും അവരുടെയൊക്കെ പ്രത്യാശകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഹൃദയങ്ങളാണ് എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അവർ ശരിയാണ്. മറ്റുള്ള തലമുറയെ പോലെ നമ്മൾ ഉൾക്കൊണ്ടിരിച്ച് ഈ അവസ്ഥയിൽ വന്നെത്തുമ്പോൾ മറ്റു പല രാജ്യങ്ങളെ പോലെ മറ്റുള്ള രീതിയിൽ ഒന്നുമായി മാറുകയില്ലെങ്കിൽ അവരുടെ എല്ലാം പാതകൾ പിന്തുടർന്നുകൊണ്ട് പൂർവികരുടെ
എല്ലാം പാതകൾ പിന്തുടർന്നുകൊണ്ട് ഇനി വരുമൊരു ന്യൂ ജനറേഷൻ്റെ ഒരു ഭാഗമായി മാറാൻ പറ്റുമെങ്കിൽ അതും വലിയ ശാസ്ത്രാർത്ഥ്യം മാത്രമാണ് എൻ്റെ ഹൃദയത്തിന് ഞാൻ നൽകുന്ന എൻ്റെ വാക്കുകൾ മാത്രം. അതുകൊണ്ട് ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ വീക്ഷിക്കുകയും നിങ്ങളിതിൻ്റെ പ്രോഗ്രാമുകളുടെയും കഥകളുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ വിമർശനങ്ങൾ ലൈക്കുകളായിട്ടും ഷെയറുകളായിട്ടും കമൻറ്റുകളായിട്ടും ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഈ ഗാനം അനുരാഗം എന്ന ഈ വരികൾ ഒരിക്കൽ കൂടി ഇനിയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ലൈവ് പ്രോഗ്രാം കാണുന്നവർക്ക് വേണ്ടിയോ ലൈവിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വരികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. അതിൻ്റെ നിർവൃതികൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ എന്താണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് അത് ഒരു കമൻറ്റുകളായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അനുരാഗമെന്നിറുകിൽ ചാത്തി വന്നൊരു വാസന്തത്തിൽ തേനൊലി നിറയുമെന്നുള്ളം ഈരാവിൽ അനന്തമാം വിശ്രുതിലയം മീട്ടി രാഗാർദ്രരാഗമാം മനോവാടികയിൽ ജീവിത സ്വപ്നം പകർന്നു തന്നൊരു മഴവിൽ തേരിൽ വരുമൊരു കാമുകനെ തേടി വിടരും വർണ്ണം സാമാംബരത്തിലകം പോൽ ഉരുകുമി വേനൽ മഴയിൽ പൊഴിഞ്ഞിടും എന്നൊരു ബാഷ്പങ്ങൾ ഉരുകും സൂര്യരശ്മികളിൽ പതിഞ്ഞൊരു രാവിൽ തെളിഞ്ഞിടുന്നൊര തെളിമാനം ഇന്നീ തീരഭൂമിയിൽ എല്ലാവർക്കും എൻ്റെ ഈ കവിതാ വരികൾ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായും ഷെയറുകളായിട്ടും ലൈക്കുകളായിട്ടും സപ്പോർട്ടുകളായിട്ടും ചെയ്യണം. വളർന്നു വരുന്ന ആ ടൈംതരയുടെ ന്യൂ ജനറേഷൻ ചാരിറ്റിക്കും ട്രസ്റ്റിനും അതേപോലെ ചാരിറ്റിക്കും ഗോപാനന്ദ ആത്മനിർദേവൻ എന്ന ടെമ്പിളിനും ഒരുപക്ഷെ നിങ്ങളെല്ലാം കൂടെ മറ്റുള്ള ദൈവങ്ങളെ എൻ്റെ ഹൃദയങ്ങളെ ശ്വാസോച്ഛങ്ങളാക്കി മാറ്റിയാൽ എൻ്റെ സ്വപ്നത്തിൽ ഹൈന്ദവന്മാർക്കും അതേപോലെ മറ്റുള്ള ജനാധിപത്യ മതേതരത്വമായിട്ടും ഹൃദയങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഹൃദയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവം ആ ഒരു ആശയങ്ങൾ സൗരമാവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ പ്രോഗ്രാം ഇവിടെ സംഭവിക്കുകയാണ്. അടുത്ത വരും എപ്പിസോഡുകൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ പ്രതീക്ഷയുടെ സ്വപ്നവുമായിട്ട് വീണ്ടും നിങ്ങൾ എൻ്റെ വീഡിയോയും ഫേസ്ബുക്കിൻ്റെ ഈ ലൈവ് പ്രോഗ്രാമിൻ്റെ പ്രഭുകുമാർ കൃഷ്ണ എന്ന ഈ പ്രോഗ്രാം നിങ്ങൾ വീണ്ടും വാച്ച് ചെയ്യുകയും കാണുകയും ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ അതിൻ്റെ സപ്പോർട്ടുകൾ കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ എല്ലാം ഗോപകുമാർ കെ കോയിറ്റുമഠത്തിൽ താൽക്കാലികമായിട്ട് ഇവിടെ പറയുകയാണ്.